ഹരേ കൃഷ്ണ. കണ്ണൻ്റെ വനമാലയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു സംഭവം ഉണ്ടായി കേട്ടോ. ആദ്യം നിങ്ങളോട് ഞാൻ പറയണമെന്ന് ആലോചിച്ചു. പിന്നെ എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന, ഭഗവാനെ സ്നേഹിക്കുന്ന നിങ്ങളോട് പറയണമെന്ന് ഭഗവാൻ തന്നെ എനിക്ക് തോന്നിപ്പിച്ചു. 3-4 ദിവസം മുമ്പ് ഞാൻ വൈകുണ്ഠ ഏകാദശിയുടെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നില്ലേ, അതിന് താഴെ ഒരു കമൻറ്റ് വന്നു കേട്ടോ. ഹരേ കൃഷ്ണ, സൗണ്ട് മോഡ് ഈസ് നോട്ട് ഗുഡ് എന്നായിരുന്നു ആദ്യത്തെ കമൻറ്റ്. അപ്പോൾ ഞാൻ കരുതി ഞാൻ പറയുന്നതിൽ ഒക്കെ ഒരുപാട് പോരായ്മകൾ കാണും, ഇനി ഒരുപാട് തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് തോന്നിയത്. ഒരു പോസിറ്റീവായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇന്നലെ വൈകിട്ട് ഞാൻ ഫോൺ നോക്കിയപ്പോൾ ഉണ്ട് 2 മെസ്സേജ് കൂടെ കണ്ടു കേട്ടോ. ഒന്ന് കളിയാക്കുന്നതായിരുന്നു. പിന്നെ ഭഗവാനെ എന്തെല്ലാം പറഞ്ഞ് കളിയാക്കുന്നു, പിന്നാണോ നിസ്സാരരായ നമ്മൾ. അതുകൊണ്ട് ഞാൻ അതിനെല്ലാം ചിരിച്ച് തള്ളിയതേ ഉള്ളൂ കേട്ടോ. പിന്നെ അതിന് തൊട്ട് താഴെ നമുക്കിപ്പോൾ വേറൊരു മെസ്സേജും കൂടെ കിടക്കുന്നു. എൻ്റെ ഭഗവാനെ ഒന്നും പറയണ്ട, എന്നെ ഒരുപാട് അസഭ്യങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നു ആ മെസ്സേജ് കേട്ടോ. ഇതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പേജ് തുടങ്ങിയത്. അതുകൊണ്ട് എനിക്ക് എന്നും ഈ മക്കൾ മുന്നോട്ട് പോകാനുള്ള ഒരു എനർജി ആയിട്ട് മാത്രമേ ഞാനിതിനെ കാണുന്നുള്ളൂ. ഭഗവാനെ വിശ്വാസമില്ലാത്ത ആരെങ്കിലും ആണെങ്കിൽ തന്നെയും വിശ്വസിക്കുന്നവരെ ഇങ്ങനെ അപമാനിക്കാതിരുന്നൂടെ എന്ന് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ. ഞാൻ ആ മെസ്സേജസൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ കാണിക്കാൻ പറ്റാത്ത വിധം മോശമാണ് അതിലെ വേർഡ്സ്, അതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ അത് ആഡ് ചെയ്യാത്തത്. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിരുന്നോ എന്ന് എനിക്കറിയില്ല. ചേട്ടൻ പറഞ്ഞു ഹൈഡ് ചെയ്തേക്കാൻ, അങ്ങനെ ഞാനത് ഹൈഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഈ പേജിന് ഞാനൊരു മഹത്വം കൽപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറയേണ്ട മറുപടി ഭഗവാൻ അവർക്ക് കൊടുത്തോളും. ഇതിനൊന്നും മറുപടി പറയാൻ ഞാൻ ആളല്ല. പിന്നെ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു കേട്ടോ. ഏറ്റവും കൂടുതൽ ലൈക്ക് വന്ന ഒരു വീഡിയോ ആയിരുന്നു. അതിൽ കയറി തന്നെയാണ് ഇങ്ങനെ കമൻറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ എൻ്റെ കഥ കേൾക്കാൻ ഒരു 10 പേരെങ്കിലും ഉണ്ടാവുന്ന കാലത്തോളം ഞാൻ എൻ്റെ ചാനലുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഗുരുവായൂരപ്പൻ എൻ്റെ മനസ്സിൽ തോന്നിപ്പിക്കുന്നിടത്തോളം കാലം തളരാതെ മുന്നോട്ട് പോകാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. രാധേശ്യാം.